അമേരിക്കയും ഇറാനും ഇടയിൽ 14 പോയിന്റുകൾ അടങ്ങിയ ഒരു സീസ് ഫയർ ഫ്രെയിംവർക്ക് ഇപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഇപ്പോൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ യുദ്ധം അവസാനിച്ചോ? ലോകം മുഴുവനും ഇനി സാധാരണ നിലയിലാകാൻ പോവുകയാണോ? കാരണം ക്രൂഡ് ഓയിൽ മുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വരെ, LNG, CNG തുടങ്ങിയ പ്രകൃതിവാതകങ്ങൾ ഉൾപ്പെടെ വരെയും വലിയ തോതിലുള്ള ഒരു ഊർജ്ജക്ഷാമം ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു വിരാമം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വന്നിരിക്കുകയാണ്. 99% ഇതെല്ലാം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ഫ്രെയിംവർക്ക് അംഗീകരിച്ചതിനു ശേഷം ഇരുപക്ഷത്തിനുമിടയിൽ അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു കരാർ കൊണ്ടുവരുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ പ്രാരംഭഘട്ടത്തിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വളരെ വലിയ പുരോഗതിയായി ഇത് കണക്കാക്കപ്പെടുന്ന ഈ സമയത്ത് ഈ കരാർ കാരണം, അതായത് ഈ 14 പോയിന്റ്സ് ഫ്രെയിംവർക്ക് അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് ഇസ്രായേൽ വലിയ രീതിയിൽ ഞെട്ടിയിരിക്കുകയാണ്. അവർ തങ്ങളുടെ അതൃപ്തി നേരിട്ട് തന്നെ അറിയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വിശദമായി അറിയാം. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ലോകത്തിന് തന്നെ ഗുണം ചെയ്യുന്ന ഒട്ടനവധി നല്ല വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കരാറുമായി ബന്ധപ്പെട്ട നിരവധി അപ്ഡേറ്റുകളും ലഭിക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്നത്? ഒരുപാട് പേർ കരാർ ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരാർ ഒപ്പിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇരുപക്ഷത്തിനും ഇടയിൽ കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല. അതിന് മുൻപുള്ള ഒരു പടിയുണ്ട്. അതായത് ഞങ്ങൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതിനെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ചില പ്രത്യേക കാര്യങ്ങളെ ഒരു ഫ്രെയിം വർക്കാക്കി മാറ്റും. ആ ഫ്രെയിം വർക്ക് അംഗീകരിച്ചതിന് ശേഷം മാത്രമേ സീസ് ഫയർ കരാർ ഒപ്പിടുകയുള്ളൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഇരുപക്ഷവും വിജയം കൈവരിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്താണ് ആ 14 പോയിന്റുകളിലുള്ളത്? കാരണം ഇറാൻ യുറേനിയം കൈമാറുമോ എന്ന ചോദ്യമാണ് ഇത്രയും നാൾ ഈ പ്രശ്നവും സീസ് ഫയറും നീണ്ടുപോകാൻ ഒരു പ്രധാന കാരണമായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ അതെല്ലാം ഈ 14 പോയിന്റുകൾ അടങ്ങിയ ഫ്രെയിംവർക്കിനുള്ളിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ 14 പോയിന്റുകളെ 4 കാറ്റഗറിയായി തിരിച്ചിരിക്കുന്നു. അതായത് എനിക്കെന്ത് വേണം, നിനക്കെന്ത് വേണം, ഞാൻ എന്ത് നൽകും, നീ എന്ത് നൽകും എന്ന് പറഞ്ഞ് 4 കാറ്റഗറി ആയിട്ടാണ് ഈ 14 പോയിന്റ്സ് ഫ്രെയിംവർക്കിനെ തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് മാരിടൈം സെക്യൂരിറ്റി ആൻഡ് കളക്റ്റീവ് കോർപ്പറേഷൻ, രണ്ടാമത്തേത് എക്കണോമിക് റിഫോമിംഗ്, മൂന്നാമത്തേത് റീജിയണൽ സെക്യൂരിറ്റി, നാലാമത്തേത് റീജിയണൽ പീസ് അഷ്യൂറൻസ്. അതായത് ഈ 4 കാറ്റഗറികളിലായിട്ടാണ് 14 പോയിന്റ് ഫ്രെയിംവർക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ആ 14 ഫ്രെയിംവർക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഓരോന്നായി പറയാം, അതിനുള്ള വിശദീകരണവും നൽകാം. ആദ്യമായി 14 പോയിന്റ് ഫ്രെയിംവർക്കിലുള്ളത് ഇമ്മീഡിയറ്റ് സെസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്. ഇരുപക്ഷവും ചേർന്ന്, അതായത് അമേരിക്കയും ഇറാനും ചേർന്ന്, നന്നായി ശ്രദ്ധിക്കുക, ഇതിൽ ഇസ്രായേലിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. അമേരിക്കയും ഇറാനും ചേർന്ന് വിവിധ മുന്നണികളിൽ ഒരിടത്തും പരസ്പരം ആക്രമിക്കില്ല എന്നതാണത്. ലബനനും ഇതിൽപ്പെടും, MLA ഹൂതി വിമതരും ഇതിൽപ്പെടും. രണ്ടാമത്തേത് സുറാനിറ്റി ആൻഡ് നോൺ ഇന്റർഫറൻസ്, അതായത് ഇറാൻ സ്വന്തം ആഭ്യന്തര കാര്യങ്ങളിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിലും അമേരിക്ക ഇടപെടാൻ പാടില്ല എന്ന് ഇതിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തേത് ലിഫ്റ്റിംഗ് ഓഫ് ദ നേവൽ ബ്ലോക്കേഡ്. 30 നാൾ ടൈം ഫ്രെയിം இந்த ഫ്രെയിംവർക്ക് ആണ് അക്സെപ്റ്റ് பண்ணப்பட்டதுக்கு அப்புறமா ശേഷം വരുന്ന 30 ദിവസത്തേക്ക് ഇറാനുമേലോ ഇറാന്റെ തുറമുഖങ്ങൾക്ക് മേലോ അമേരിക്ക യാതൊരുവിധ നാവിക ഉപരോധവും ഏർപ്പെടുത്താൻ പാടില്ല. അപ്പോൾ നിലവിൽ അമേരിക്ക ഇറാന് ചുറ്റും ഏർപ്പെടുത്തിയിരുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിന് സമാന്തരമായി നിന്നിരുന്ന ആ നാവിക ഉപരോധം അവർ പിൻവലിച്ചു കഴിഞ്ഞു. നാലാമത്തേത് US ട്രൂപ്സ് വിഡ്രോവൽ. ഇറാന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് അമേരിക്കൻ സൈന്യം പടിപടിയായി പിന്മാറണം. സൈനികരുടെ എണ്ണം എത്രയെന്നത് പിന്നീട് തീരുമാനിക്കുമെന്ന കാര്യവും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക അവരുടെ സൈനിക ശക്തി കുറയ്ക്കാൻ പോവുകയാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. അഞ്ചാമത്തേത് റീ ഓപ്പണിംഗ് ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്. വളരെ നാളുകൾക്ക് ശേഷം അടുത്ത 30 ദിവസത്തിനുള്ളിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് പൂർണ്ണമായും തുറക്കപ്പെടും. യാതൊരു കാരണവശാലും ഇതിനായി ഇറാൻ ചാർജ് ഈടാക്കില്ല. ടോൾ പിരിക്കുന്നത് പോലെ ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടാകില്ല എന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആറാമത്തേത് ഓയിൽ ആൻഡ് പെട്രോൾ കെമിക്കൽ സാങ്ഷൻ റിലീഫ്. ഇറാന് അവരുടെ അസംസ്കൃത എണ്ണയും ക്രൂഡ് ഓയിൽ, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും വിൽക്കുന്നതിനായി ആഗോള വിപണി തുറന്നു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തേത് ഫിനാൻഷ്യൽ ആക്സസ്, അതായത് ഇപ്പോൾ അവർ എണ്ണ വിൽക്കുകയാണെങ്കിൽ ഡോളറിൽ വേണം ബിസിനസ് ചെയ്യാൻ. അതിനനുസരിച്ച് വിപണിയിൽ മാറ്റങ്ങൾ വരുത്തി ഇറാന് വേണ്ടി ആ ഡോളർ ഇറാനിലേക്ക് എത്തുന്നതിനുള്ള ആക്സസ് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തേത് 300 ബില്യൺ റീകൺസ്ട്രക്ഷൻ ഫണ്ട്. ഇതാണ് ഇതിൽ വെച്ച് ഏറ്റവും വലിയ കാര്യം. ഈ യുദ്ധം കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായി ഇറാന് വരുമാനം ഉണ്ടാക്കുന്നതിനുള്ള ആ ഒരു പ്ലാനിന് അമേരിക്കയും അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളും ചേർന്ന് $300 ബില്യൺ അനുമതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അവസാനം ഞാൻ കുറച്ചുകൂടെ വിശദമായി പറയാം.
സാധിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം. ഈ വീഡിയോയിൽ ചുരുക്കി പറയാം. ഈ പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. 300 ബില്യൺ എന്നത് ചെറിയൊരു തുകയല്ല. അടുത്തതായുള്ളത് 60 ദിവസത്തെ ന്യൂക്ലിയർ നെഗോസിയേഷൻ വിൻഡോ. ഇതിന് ശേഷമായിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 300 ബില്യൺ എത്രത്തോളം പ്രധാനപ്പെട്ടതാണോ അതിനേക്കാൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. എന്നാൽ അമേരിക്ക 60 ദിവസത്തിനുള്ളിൽ താൽക്കാലികമായി ഈ സീസ് ഫയർ ഒപ്പിടുന്ന നടപടികളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഈ എൻറിച്ച്ഡ് യുറേനിയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പോയിന്റ് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് അറിയില്ല. ചർച്ചകൾ നടക്കണം എന്നതിനായി മാത്രമാണ് ഈ 60 ദിവസത്തെ സമയപരിധി നൽകിയിരിക്കുന്നത്. അടുത്തത് നോൺ പ്രൊലിഫറേഷൻ കമ്മിറ്റ്മെന്റ്. ഇറാൻ യാതൊരു കാരണവശാലും ആണവായുധം നിർമ്മിക്കില്ല എന്ന് ഒരു ഉറപ്പ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാന്റെ ഭാഗത്ത് നിന്ന് നൽകിയതായും പറയപ്പെടുന്നു. 11ാമത്തെ പോയിന്റ്, ഫ്രീസ് ഓൺ എസ്കലേഷൻ. ഈ 60 ദിവസത്തെ കാലയളവിനുള്ളിൽ അമേരിക്ക ഇറാന്റെ മേലോ അല്ലെങ്കിൽ ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹമാസ് തുടങ്ങിയ സംഘടനകളുടെ മേലോ യാതൊരുവിധ പുതിയ ഉപരോധങ്ങളും ഏർപ്പെടുത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. 12ാമത്തെ പോയിന്റ്, റിലീസ് ഓഫ് 24 ബില്യൺ ഇൻ ഫ്രോസൺ അസറ്റ്. അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഇറാന്റെ $24 ബില്യൺ മൂല്യം വരുന്ന മരവിപ്പിച്ച ആസ്തികൾ, ഫ്രോസൺ അസറ്റ്സ് ഉണ്ട്. അതെല്ലാം ഉടനടി അൺഫ്രീസ് ചെയ്യും. അതും എപ്പോഴാണെന്ന് വെച്ചാൽ അടുത്ത 15 ദിവസത്തിനുള്ളിൽ അൺഫ്രീസ് ചെയ്യാം എന്നൊരു ഉറപ്പ് ഇറാൻ നൽകിയിട്ടുണ്ട്. അടുത്തത് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓവർസൈറ്റ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാക്കിയ ഈ കരാർ നിരീക്ഷിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക ഒരു സംവിധാനം രൂപീകരിക്കണമെന്ന കാര്യവും അംഗീകരിച്ചിട്ടുണ്ട്. അവസാനമായി നോക്കിയാൽ യുണൈറ്റഡ് നേഷൻസ് റാറ്റിഫിക്കേഷൻ. ഐക്യരാഷ്ട്രസഭ വഴി പ്രമേയമായി ഇത് കൊണ്ടുവന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു വെടിനിർത്തലായി ഇതിനെ മാറ്റുമെന്ന കാര്യവും ഇരുപക്ഷവും സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ 300 ബില്യൺ പ്ലാൻ. ഇതാണ് ഇറാനെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഒരു ട്രംപ് കാർഡ്. അവർക്ക് നന്നായി അറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധങ്ങൾ എന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരാൻ ആവശ്യമുള്ള എൻറിച്ച്ഡ് യുറേനിയം അവരുടെ കയ്യിലുണ്ട്. ഇന്ന് ആ ടെക്നോളജി ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ശുദ്ധീകരിച്ച യുറേനിയം മുഴുവനും അവർ വിട്ടു നൽകിയാൽ പോലും അടുത്ത 5 മുതൽ 8 വർഷത്തിനുള്ളിൽ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങി അവർക്ക് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായും സാധിക്കും. കാരണം അതിനുള്ള സമയപരിധി മാത്രമേ കുറച്ച് കൂടുതൽ എടുക്കുകയുള്ളൂ. എന്നാൽ അവർക്കത് ചെയ്യണമെങ്കിലോ ഭാവിയിൽ അതിനുള്ള ആക്സസ് വേണമെങ്കിലോ ആദ്യം ഇറാന്റെ സാമ്പത്തിക രംഗം വളരണം. ആ സാമ്പത്തിക രംഗം വളരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമാണ് ഈ 300 ബില്യൺ ഫണ്ട്. അതെങ്ങനെ? 300 ബില്യൺ ഫണ്ട് ഇപ്പോൾ നേരിട്ട് നൽകില്ലല്ലോ. ഉക്രൈന് ആയുധങ്ങളായി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ റഷ്യക്കെതിരെയുള്ള യുദ്ധത്തിനായി നേരിട്ട് കടമായി പോലും നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇറാന് നൽകാൻ പോവുകയാണോ? ഇങ്ങനെ ചോദിച്ചാൽ അതുമല്ല. ഇതിൽ അമേരിക്ക വളരെ വ്യക്തമായൊരു നിയമം വച്ചിട്ടുണ്ട്. അത് അമേരിക്കയ്ക്ക് അനുകൂലമാണെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ ഗുണങ്ങൾ നോക്കുമ്പോൾ ഇറാൻ തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു സുവർണ കാലത്തിലേക്ക് തിരികെ പോകുന്നതിനുള്ള ഒരു അവസരവും അത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് 3 ഘട്ടങ്ങളിലായി ചെയ്യാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യത്തേത് US അലൈഡ് കോൺട്രിബ്യൂഷൻ. ഇപ്പോൾ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കും ഈ പാക്കേജിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഒന്ന് നേരിട്ട് സഹായിക്കുക, മറ്റൊന്ന് പരോക്ഷമായി സഹായിക്കുക. നേരിട്ട് സഹായിക്കുക എന്ന് വെച്ചാൽ പണമായി സഹായിക്കുക എന്നതാണ്. തീർച്ചയായും ഇത് ഒരു രാജ്യവും അംഗീകരിക്കില്ല. അവരുടെ രാജ്യത്തെ രാഷ്ട്രീയം ഇറാന് സഹായം നൽകുന്നത് എത്രത്തോളം രാജ്യങ്ങൾ അംഗീകരിക്കും എന്നെനിക്കറിയില്ല. അപ്പോൾ പരോക്ഷമായി അവരെങ്ങനെ സഹായിക്കുമെന്ന് വെച്ചാൽ ഇറാനുമായി വ്യാപാരം നടത്തുക. ഇപ്പോൾ ഞാൻ നേരിട്ട് ഒരു 1000 രൂപ കൊടുക്കുന്നതും ഇറാന്റെ കയ്യിൽ നിന്നൊരു സാധനം വാങ്ങിയിട്ട് അതിനുള്ള പണം കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നേരിട്ട് കൊടുക്കുന്നത് കടമായി മാറും, അതിന് എതിർപ്പുണ്ടാകും. എന്നാൽ വിപണി തുറന്നു നൽകിയിട്ട് ഇറാന്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഇറക്കുമതിയും കയറ്റുമതിയും നടത്തുമ്പോൾ നേരിട്ട് ഇറാന് വരുമാനം ലഭിക്കും. അങ്ങനെ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ അളവ് ഈ 300 ബില്യണിനുള്ളിലായിരിക്കണം. അതിനുള്ള മാർക്കറ്റ് ആക്സസ് ഇറാൻ നൽകണം. അമേരിക്കയും അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങളും ഇത് ചെയ്യണം. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമതായുള്ളത് ഈ 3+1 സഖ്യം. യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളായ യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഈ 4 രാജ്യങ്ങൾ ചേർന്നതാണ് ഈ 3+1 സഖ്യം. ഇവർ എല്ലാവരും ഇപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറാനെതിരെ ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ ഞങ്ങൾ പടിപടിയായി പിൻവലിക്കാൻ പോവുകയാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറന്നതിനു ശേഷം ഈ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി പുറത്തു വരുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ ഈ രാജ്യങ്ങൾ ഉൾപ്പെടും. എങ്കിലും ഈ 3+1 എന്ന സഖ്യം അതിനേക്കാൾ അല്പം വലിയ ഒന്നാണെന്ന് പറയാം. ഇവരെടുക്കുന്ന ഒരു തീരുമാനം യൂറോപ്പ് മുഴുവനും പ്രതിഫലിക്കും.
അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഓരോ രാജ്യവും സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോൾ ഈ രാജ്യങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ 3+1 രാജ്യങ്ങളുടെ ആ പ്രഖ്യാപനം വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കാണുന്നത്. അവസാനമായിട്ടുള്ളതാണ് അൺലോക്കിംഗ് ദ ഫ്രോസൺ അസറ്റ്സ്. ഈ 24 ബില്യണും ആ 300 ബില്യണിനുള്ളിൽ തന്നെ അടങ്ങുന്നതാണ്. ഇതിലൂടെ ഇറാന് വലിയ രീതിയിൽ വരുമാനമൊന്നും ലഭിക്കില്ലെങ്കിലും ബാക്കിയുള്ള ആദ്യത്തെ 2 കാറ്റഗറിയും, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികളും ആ ഒരു ഘട്ടത്തിലുള്ള രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനം ഇറാന്റെ വരുമാനത്തെയും ഇറാന്റെ ഒരു വിപണിയെയും വീണ്ടും ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കും. ഇതാണ് ഇറാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇപ്പോൾ ഇത് പൂർണ്ണമായും തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ, അതായത് ഇറാൻ അവരുടെ അസംസ്കൃത എണ്ണ വിൽക്കുന്നതിനായി ഏർപ്പെടുത്തിയിരുന്ന സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം പിൻവലിക്കുകയാണെങ്കിൽ ഇതിന് പകരമായി എൻറിച്ച്ഡ് യുറേനിയം ഇറാൻ നൽകിയാലും അമേരിക്കയ്ക്ക് കൈമാറാതെ റഷ്യയ്ക്ക് കൈമാറിയാലോ അല്ലെങ്കിൽ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ സ്വന്തം രാജ്യത്തിനുള്ളിൽ തന്നെ അത് നശിപ്പിച്ചു കളയാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടാലോ അത് ഏകദേശം തുല്യമായ ഒന്നായിട്ടേ കണക്കാക്കപ്പെടുകയുള്ളൂ. എന്നാൽ ഇതിൽ വിശ്വാസം എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ അമേരിക്കയെ വിശ്വസിച്ച് ഇറാൻ എൻറിച്ച്ഡ് യുറേനിയം റഷ്യയ്ക്ക് നൽകിയാലോ അല്ലെങ്കിൽ വീണ്ടും സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെ അത് നശിപ്പിച്ചാലോ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നറിയില്ല. കാരണം ട്രംപ് അദ്ദേഹത്തിൻ്റെ ഭരണകാലാവധി ഇനി കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവസാനിക്കും. ഇസ്രായേലിൻ്റെ നെതന്യാഹു ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, അതായത് ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം യാതൊരു കാരണവശാലും ഇറാൻ ആണവായുധം കൈവരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ശപഥമൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ മുതൽ ഫോറിൻ മിനിസ്റ്ററുടെ വരെയുള്ള ഓരോ പ്രസ്താവനകളും എടുത്തു നോക്കുമ്പോൾ അമേരിക്ക ധൃതി കൂട്ടിപ്പോയി എന്നാണ് അവർ പറയുന്നത്. അമേരിക്ക ഇസ്രായേലുമായി ആലോചിക്കാതെ, അതായത് ഞങ്ങളോട് അഭിപ്രായം ചോദിക്കാതെയാണ് ഇങ്ങനൊരു തീരുമാനം പ്രഖ്യാപിച്ചത്. അമേരിക്ക എടുത്തിരിക്കുന്ന തീരുമാനം പൂർണ്ണമായും ഇറാനെ ശക്തിപ്പെടുത്തും എന്നല്ലാതെ ഇസ്രായേലിന്റെ സുരക്ഷാ ഗ്യാരണ്ടി അത് യാതൊരു കാരണവശാലും നൽകില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അതിനുള്ള പ്രതികരണങ്ങൾ അവർ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക പറയുന്ന കരാറുകളിൽ ഇറാൻ അത്ര പെട്ടെന്ന് വിശ്വസിക്കില്ല. അതുകൊണ്ടാണ് ആ 60 ദിവസത്തെ സമയപരിധി നൽകിയിരിക്കുന്നത്. ഇതെല്ലാം തുടരുന്നതിനും ആ എൻറിച്ച്ഡ് യുറേനിയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും. യഥാർത്ഥത്തിൽ അമേരിക്ക ഈ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിച്ച് ഇറാനെ ലോക വിപണി കൈകാര്യം ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ അതിന് പകരം എൻറിച്ച്ഡ് യുറേനിയം നൽകിയാൽ അത് തുല്യമായിരിക്കും. എന്നാൽ ഈ പക്ഷത്തെ വിശ്വസിക്കാൻ കൊള്ളാത്തത് കൊണ്ട് ഈ 60 ദിവസത്തിനുള്ളിൽ ഇതിൽ പല മാറ്റങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിനപ്പുറം ഇതൊരു ഡെഡ് ലോക്കിൽ ചെന്ന് നിൽക്കും. ഇറാനും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നില്ല. എൻറിച്ച്ഡ് യുറേനിയം അവർക്കുള്ള ട്രംപ് കാർഡാണ്. അതുപോലെ ഫ്രോസൺ അസറ്റ്സും ലോക വിപണിയിലേക്കുള്ള ആക്സസും അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ട്രംപ് കാർഡാണ്. അമേരിക്കയും അത് എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യും. ഇതിലിനി ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മാത്രമാണ് ചോദ്യം. നേരത്തെ തന്നെ അവരുടെ മന്ത്രിമാരുടെ പ്രസ്താവനകൾ എത്രത്തോളം മോശമായിട്ടാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഞങ്ങൾ എന്തായാലും ഇറാനെതിരെ ഭരണമാറ്റം ഉണ്ടാക്കുന്നതിനായി പോരാടുമെന്നാണ് അവർ പറയുന്നത്. അമേരിക്കയും ഒരു ഘട്ടത്തിനപ്പുറം ഇസ്രായേലിനെ കൈവിടില്ല. അത് ലോകം മുഴുവനും അറിയുന്നൊരു കാര്യം തന്നെയല്ലേ. അതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൽക്കാലികമായി ഒരു ആശ്വാസം ലഭിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ന് സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലെ ട്രാഫിക് കുറച്ചുകൂടി ഫ്രീ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് പഴയതുപോലെ ആക്കാനും അവിടെയുള്ള മൈനുകൾ മുഴുവനായും നീക്കം ചെയ്യാനും 60 മുതൽ 85 ദിവസങ്ങൾ വരെ സമയം വേണ്ടിവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നല്ലൊരു തുടക്കം ലഭിച്ചിട്ടുണ്ട്. ഇതൊരു നല്ല തുടക്കമാണ്. ഇത് തുടരുകയാണെങ്കിൽ ലോകത്തിന് അത് നല്ലൊരു ഫലമായിരിക്കും. എന്നാൽ ഇസ്രായേൽ അത് നടക്കാൻ അനുവദിക്കുമോ എന്നുള്ളതാണ് ഒരേ ഒരു ചോദ്യം. സബോർഡേജ് ഓപ്പറേഷനുകൾ, അട്ടിമറി പ്രവർത്തനങ്ങൾ മുതൽ അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇനി ഓരോന്നായി സംഭവിക്കും. ഒന്നിനു പുറകെ ഒന്നായി നടന്നില്ലെങ്കിൽ പോലും തീർച്ചയായും ട്രംപിന്റെ ഭരണകാലാവധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നടക്കും. അപ്പോൾ ഇറാൻ ഇനി എന്ത് ഗെയിം പ്ലാൻ ആണ് ചെയ്യാൻ പോകുന്നത്, ഇതിന് പിന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളതെല്ലാം നമുക്ക് അടുത്തടുത്ത വീഡിയോയിലൂടെ വീണ്ടും നോക്കാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിൽ പറയുക. അമേരിക്കയും ഇറാനും തമ്മിലെടുത്ത തീരുമാനത്തിന് നടുവിൽ ഇസ്രായേൽ എന്തോ ഒരു കളി കളിക്കാൻ പോകുന്നുണ്ട് എന്നത് എനിക്ക് വ്യക്തമായി ഒരുപാട് നാളെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റിൽ പറയുക. കൂടാതെ ഈ 14 പോയിന്റ് ഫ്രെയിംവർക്ക് ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആർക്കാണ് കൂടുതൽ നേട്ടം ലഭിക്കുക, ആർക്കാണ് ദോഷമായി പോവുക, ഇതും കമന്റ്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.